ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീൻ ബ്ലഡാണ്, കിടിലുമാണ്. ഇത്രയും വയലൻസ് മലയാള സിനിമയിൽ എക്സ്ട്രീം വയലൻസ് ആയിട്ടുള്ള ഒരു പടമാണ്. പക്ഷെ ഒരു ഇംഗ്ലീഷ് മൂവിനെ വെട്ടണ പോലെ തന്നെ ചെയ്തത്. കലക്കം മൂവിയാണ്, അടിപൊളി. മസ്റ്റ് വാച്ച് സിനിമയാണ്. അല്ലേ ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ, ഇതുവരെ ചെയ്യാത്ത ഹോളിവുഡ് ടൈപ്സ്. Presents you the perfect English. We present you the perfect English. WhatsApp now 9633888575. ഒരു ഫാമിലി ഇത്രയും വയലൻസ് മലയാള സിനിമയിൽ എക്സ്ട്രീം വയലൻസ് ആയിട്ടുള്ള ഒരു പടമാണ്. പക്ഷെ ഉണ്ണിമുകുന്ദൻ എല്ലാവരും അടിച്ചു പൊളിച്ച് ആക്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പക്ഷെ വയലൻസ് കുറച്ച് കൂടിപ്പോയോ എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പടം നല്ല ഇമോഷനും ആക്ഷനും എല്ലാമായിട്ട് നല്ലൊരു മൂവി. എല്ലാവരും കാണണം. നിങ്ങൾ കയറി നോക്കുക. പുതിയ ഒരു പയ്യനുണ്ടല്ലോ, എന്താണ് പയ്യൻ്റെ? ഇഷാൻ എന്നുണ്ട്. ആ ഫസ്റ്റ് ഹാഫ് വരെ നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ട് അഭിപ്രായം പറയും. വയലൻസ് ഒക്കെ നല്ല രീതിയിൽ എങ്ങനെ പറ്റി? വയലൻസ് ഒക്കെ നല്ല രീതിയിലായിരുന്നു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് സൂപ്പറായിട്ട് നിങ്ങൾ കാണും. ഈ സിനിമയുടെ ടാഗ്ലൈൻ മോസ്റ്റ് വയലന്റ് മൂവി ആണല്ലോ. മോസ്റ്റ് വയലന്റ് മൂവിയാണോ? ഓഡിയൻ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഓഡിയനാണ് തീരുമാനിക്കുന്നത്. വയലൻസ് ഉണ്ട്, അത്ര പക്ഷെ കണ്ടിരിക്കത്തക്ക രീതിയിലുള്ള വയലൻസേ ഉള്ളൂ. കുറെ പേര് പറഞ്ഞു ചില സീനുകളിൽ കണ്ണു പൊത്തിപ്പോയി, ഭയങ്കര ഇതായി പോയി. അത് ഓരോരുത്തർ പറയുന്ന അഭിപ്രായമല്ലേ. അതിനുള്ളതുണ്ടോ സിനിമയിൽ അങ്ങനെ ഒരു അത്ര കണ്ട? മസ്റ്റ് വാച്ച് സിനിമയാണ്. അല്ലേ ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ, ഇതുവരെ ചെയ്യാത്ത ഹോളിവുഡ് ടൈപ്സ്. ഫസ്റ്റ് ഇമോഷൻസ് ഒക്കെ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഇമോഷൻസും കൂടെ വന്നിട്ടുണ്ട്. സംഭവങ്ങളായിട്ടുള്ള സംഭവങ്ങൾ. ഓൾ ഇമോഷൻസ് മസ്റ്റ് വാച്ച് മൂവി. പ്ലീസ്. എങ്ങനെയുണ്ട് മലയാളത്തിലെ അൾട്ടിമേറ്റ് വയലൻസ് മൂവി? ഇഷാൻ നന്നായിട്ടുണ്ട്. ഇഷാന്റെ ലോഞ്ച് ആയിരുന്നല്ലോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ വയലൻസ് ഇങ്ങനത്തെ ഒരു വയലൻസ് മൂവി അൾട്ടിമേറ്റ് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും വലിയ വയലൻസ് മൂവി തന്നെയാണ്. Too good. Fights were good, music was good, all actors were very good, and my son was debuting in this movie. He did too good. Unni Mukundan nailed it. Too good. Must watch. Thank you so much. സൂപ്പർ പടം. ഒരു ഇംഗ്ലീഷ് മൂവിയുടെ ഒരു ലെവലിൽ സാധനം ചെയ്തിട്ടുണ്ട്. വയലൻസ് ഉണ്ട്, നന്നായിട്ട് വയലൻസ് ഉണ്ട്. പക്ഷേ ആ വയലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പടം ഒരു ലാഗിങ് ഇല്ലാതെ നമുക്ക് ചില ഫൈറ്റ് സീനാണെങ്കിൽ അതാണെങ്കിലും ഒരു ഇംഗ്ലീഷ് മൂവിനെ വെട്ടണ പോലെ തന്നെ ചെയ്തത്. കലക്കം മൂവിയാണ്, അടിപൊളി. വിജയം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ തകർപ്പനാ. സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ നമുക്ക് ഒരു ഇത്ര മണിക്കൂറുള്ള ഒരു പടം എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ചെങ്കിലും ലാഗിങ് വരണ്ടല്ലോ, അതുപോലും ഇല്ലാതെ നല്ല രീതിയിലാണ് പോയേക്കണത്. തീർച്ചയായിട്ടും പടം കലക്കും പടം, നമുക്ക് കണ്ടിരിക്കാം. നല്ല ഒരു ഞാൻ പറയാം, ഇംഗ്ലീഷ് മൂവി ഡയറക്റ്റ് ചെയ്യണ എങ്ങനെ ഉണ്ടാവും, ഒരു അടിപൊളി പടം ആ രീതിയിൽ തന്നെ ചെയ്തേക്കണത്. കലക്കം പടം. ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീൻ ബ്ലഡാണ്, കിടിലുമാണ്. ഏതാണ്? ഇച്ചിരി സീനാണ്, അത്രേ പറയാനുള്ളൂ, വേറൊന്നും പറയില്ല. കിടിലം ഒന്നും പറയാം, അടിപൊളിയാണ്. ഏതാ? യങ്സ്റ്റേഴ്സിനോ ആക്ഷനാണ് പടം. അതാ പറഞ്ഞത്, ആക്ഷൻ ലവേഴ്സിന് പടം ഓക്കെയാണ്, വേറെ ഒന്നും പറയില്ല. നല്ല പടം. മലയാളത്തിൽ ഇങ്ങനൊരു പടം വേറെ വന്നിട്ടില്ല. ആ ഒരു സീനിൽ ഓക്കെയാണ്. പക്ക വയലൻസ് പടമാണ്. ഒരു ഫസ്റ്റ് ഹാഫ് നമുക്ക് അത്ര ഒരു ഇത് തോന്നിയില്ലെങ്കിലും സെക്കൻഡ് ഹാഫ് ഫുൾ വയലൻസ്. ചെറിയ പിള്ളേർക്കൊന്നും പടം കാണാൻ പറ്റില്ല. ഒരു 18 വയസ്സിന് മുകളിലോട്ട് കണ്ടാൽ മതി, അത്രയും വയലൻസാണ്. ജഗദീഷിന്റെ ക്യാരക്ടർ കുഴപ്പമില്ല, നല്ലൊരു ക്യാരക്ടറാണ്. പക്ഷെ ഫുൾ അടിപിടിയാണ്, ഒരു രക്ഷയില്ല. ബ്ലഡ് ടു ബ്രൂട്ടൽ വെരി ഗുഡ്, ബട്ട് ടു ബ്രൂട്ടൽ. ചോരക്കളി അടിപൊളി, സൂപ്പർ. കുഴപ്പമില്ല. കേരളത്തിൽ നല്ല സിനിമയാണ്, നല്ല സിനിമയാണ്. ചോരക്കളി ഭയങ്കര വയലന്റ്, ബ്രൂട്ടൽ, ഗംഭീര സിനിമ. അടിപൊളിയുണ്ട്. വയലൻസ് ആണ് മെയിൻ. തിയേറ്ററിൽ തന്നെ ഒന്നാണ്. അടിപൊളിയുണ്ട് വയലൻസ്. അടിപൊളിയാണ്. ഇതുവരെ ആക്ഷനൊക്കെ ഒന്നും പറയാനല്ല, പൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഫുൾ വയലൻസ്, ഭയങ്കര ഹെവി വയലൻസാണ്.
കടുത്ത വയലൻസ് ആണ് പമ്പൻ വയലൻസ് അടിപൊളി. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സൂപ്പർ ചേട്ടാ എങ്ങനെയുണ്ട്? കൊള്ളാം ഫുൾ ബ്ലാക്ക് ഷെയ്ഡ് അടിപൊളിയാണ് എങ്ങനെയുണ്ട് പടം? അടിപൊളി പടം. കേരളത്തിന്റെ റബൽക്കിന് ഉണ്ണിമുകുന്ദനാണ്. നമ്മൾ വയലൻസ് പറഞ്ഞപ്പോൾ കേരളത്തിൽ ഇത്രയും വയലൻസ് ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷ. അത്രയ്ക്ക് ചില സീനിൽ നമ്മൾ കണ്ണടച്ചങ്ങ് പോകും. എങ്ങനെയുണ്ട് പടം? വയലൻസാ ഭയങ്കര വയലൻസാ അടിപൊളിയാ വയലൻസാ? കൊള്ളായിരുന്നു.